ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തൽ എന്താണ്. നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 തവണ പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഫയലായ നീലപക്ഷിയെ ഫയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അവർ നിങ്ങളെ കാണുന്നത് എങ്ങനെയാണ്, നിങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ്. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട്. അവർ പകുതി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങളെക്കുറിച്ച് അവർ വിചാരിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ചില ആശങ്കകൾ നിങ്ങളിലുണ്ട്. നിലവിൽ നിങ്ങളെ അവരിഷ്ടപ്പെടുമ്പോഴും നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ചില തെറ്റായ വാർത്തകൾ, വ്യാജമായ കാര്യങ്ങൾ, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൂടുമോ എന്ന് ഭയമുള്ള ആളുകൾ, ഒരുമിക്കുമോ എന്ന് ഭയമുള്ള ആളുകൾ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ, അതിൻ്റെ ചിന്തയിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. മുമ്പ് നിങ്ങളായിട്ട് പരിചയപ്പെട്ട്, നിങ്ങളായിട്ട് സംസാരിച്ച്, നിങ്ങളായിട്ട് അറിഞ്ഞ്, നിങ്ങളെ മനസ്സിലാക്കുന്നതിന് മുമ്പ് പൂർണ്ണമായും നിങ്ങളോട് വെറുപ്പുള്ള ഒരു ശൈലിയാണ് അവർക്ക് പുലർത്തിയിരുന്നത്. കാരണം അവർക്ക് നിങ്ങളെ അറിയില്ലായിരുന്നു, അവർക്ക് നിങ്ങളുടെ നിലപാട് അറിയില്ലായിരുന്നു, അവർക്ക് നിങ്ങളുടെ ജീവിതം അറിയില്ലായിരുന്നു. പക്ഷേ നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ, നിങ്ങളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ധാരണയായി. ആളുകൾ പറഞ്ഞ പോലെ അല്ലല്ലോ ഈ വ്യക്തി, അതായത് നിങ്ങൾ നന്മയുള്ള വ്യക്തിയാണല്ലോ എന്നുള്ള ചിന്ത അവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളിൽ നിങ്ങൾ നല്ലതായിട്ടും പോസിറ്റീവായിട്ടൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട്, പ്രശ്നങ്ങൾ അതിജയിച്ചുകൊണ്ടാണ് നിങ്ങൾ വന്നത്. ആ പ്രശ്നങ്ങൾ ജീവിതത്തിൽ തരണം ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ പറ്റി ആളുകൾ വ്യാജം പറഞ്ഞപ്പോഴും നിങ്ങൾ പിടിച്ചു നിന്നു. കാരണം മുകളിലൊരു ഈശ്വരനുണ്ട്. എന്നെക്കുറിച്ച് എനിക്കറിയാം, എൻ്റെ ശക്തിക്കറിയാം. എന്നോട് അസൂയ ഉള്ളതിൻ്റെ പേരിൽ, ഞാൻ തകരണം എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ ഇഷ്ടപ്പെടാനോ എന്നെ സ്നേഹിക്കാനോ പോകുന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരുപാട് തരത്തിലുള്ള വ്യാജമായ കാര്യങ്ങൾ ചിലർ പറഞ്ഞുണ്ടാക്കും. അതൊന്നും എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതല്ല. എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നേ അല്ല. അത് തീർച്ചയായിട്ടും ആലോചിക്കേണ്ടത്, നോക്കേണ്ടതെന്ന് പറയുന്നത് ആ വ്യക്തികളാണ്. ആ ചിന്തയിലാണ് നിങ്ങളുള്ളത്. നിങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടല്ലോ, നിങ്ങൾ സത്യസന്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്, നിങ്ങളൊരു തെറ്റും ചെയ്യുന്നില്ല എന്നുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ വ്യക്തി ആദ്യ സംശയത്തോടെയാണ് നിങ്ങൾ വീക്ഷിച്ചത്. മറ്റുള്ളവർ പറഞ്ഞ നുണകളും അതേക്കുറിച്ചുള്ള ചിന്തകളുമായി നിങ്ങളെ നോക്കിയപ്പോൾ നിങ്ങളോടൊരകലം പാലിക്കാൻ ആ വ്യക്തി ആഗ്രഹിച്ചു. പക്ഷെ നിങ്ങളുടെ പ്രവൃത്തിയും, നിങ്ങളുടെ ചിന്തയും, നിങ്ങളുടെ സംസാരവും, നിങ്ങളുടെ ആ നിഷ്കളങ്കതയും ആ വ്യക്തി നോട്ട് ചെയ്യുകയാണ്, ആ വ്യക്തി അറിയുകയാണ്. അപ്പോഴാണ് ഓരോ നിമിഷവും അവർ പറഞ്ഞ നുണകൾ മാഞ്ഞു പോവുകയും നിങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ ശുദ്ധമായ ഹൃദയമുള്ള ആ വ്യക്തി, അതായത് നിങ്ങൾ, ആ ചിന്ത ആ വ്യക്തിയിൽ വരികയും ചെയ്യുകയാണ്. കാരണം എനിക്ക് ചിലർ നൽകിയത് നിങ്ങളെക്കുറിച്ചുള്ള മോശമായ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷെ നിങ്ങളുമായിട്ട് സംസാരിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴുമാണ് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യമൊക്കെ എൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് മോശമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് പതുക്കെ മാറി വരുന്നു. ഇങ്ങനെ ഒരു ചിന്തയാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായും ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ആദ്യം മോശം പറഞ്ഞ ആളുകൾ ഇവരുടെ മുമ്പിൽ മോശക്കാരാകും. കാരണം അവർ നുണയാണ് പറഞ്ഞതെന്ന് നിങ്ങളുടെ വ്യക്തി കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അടുക്കും, പോസിറ്റീവായിട്ട് പോവുക. കാരണം ഇനി അകലാനല്ല, ഓരോ നിമിഷവും അടുക്കാൻ മാത്രമാണുള്ളത്. അടുത്തതായിട്ട് പച്ച തത്തമ്മ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പറയുന്നത്. നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളോട് താല്പര്യമുണ്ട്, നിങ്ങൾ നല്ലതാണെന്നറിയാം. പക്ഷേ റിസ്ക് എടുക്കാൻ ആ വ്യക്തി താല്പര്യം കാണിക്കുന്നില്ല. ഒരുതരം ചങ്കൂറ്റ ഇല്ലായ്മ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോഴും, നിങ്ങൾ നല്ലതാണെന്നറിയുമ്പോഴും, നിങ്ങൾക്ക് ആ വ്യക്തിയോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്നറിയുമ്പോഴൊക്കെ ഒന്നും കൃത്യമായി പറയാതെ, ഒന്നും കൃത്യമായി പ്രവർത്തിക്കാതെ വെറുതെ ആ വ്യക്തി ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടത്തെ ലോകത്തോട് തുറന്നു പറയാനും നിങ്ങളിലേക്ക് കടന്നു വരാനും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സൗകര്യം കിട്ടിയാൽ വരാം എന്നുള്ള രീതിയിൽ. പക്ഷേ മനസ്സിൽ ഇഷ്ടമുണ്ട് താനും. അത് ആ വ്യക്തി ചിലരെ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചുറ്റുമുള്ള ആ വ്യക്തിയുടേതായ ചില ആളുകൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നു. അവർക്കെന്ത് തോന്നുന്നു, ഇവർക്കെന്ത് തോന്നുന്നു, അവരെന്ത് പറയും, അങ്ങനെ അവർക്കും ഇവർക്കും തോന്നുന്നത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി. യഥാർത്ഥത്തിൽ ഇരുവരും തമ്മിലുള്ള ഇഷ്ടം വളരെ ആഴത്തിലുള്ളതാണ്. നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടാകുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ഇത്രയേറെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തിരിച്ച് അതുപോലെ സ്നേഹിക്കുന്നില്ല. മനസ്സിൽ സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല. മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. മറ്റുള്ളവർ സൗകര്യപ്പെട്ട് വന്നാൽ സ്നേഹിക്കുക, സ്നേഹം പ്രകടിപ്പിക്കാം. ചങ്കൂറ്റത്തോടെ തൻ്റെ പ്രണയത്തെ ഉയർത്തിപ്പിടിക്കാൻ ആ വ്യക്തി മടിക്കുന്നു. ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും, ആ വ്യക്തി ഭയപ്പെടുന്നവർ ആ വ്യക്തി ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുകയോ എന്നുള്ള ഭയം കൊണ്ടാകാം. പക്ഷേ ഒരു പ്രണയത്തിൻ്റെ കാര്യത്തിൽ, ഒരു ഇഷ്ടത്തിൻ്റെ കാര്യത്തിൽ, ഒരു ആകർഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തി സ്വീകരിക്കേണ്ട നിലപാടുകളുമായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോകുന്നില്ല. അത് നിങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്കത് വിഷമമുണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ ദുഃഖവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പോസിറ്റീവ് എനർജി ആ വ്യക്തിയിൽ ഒരു ധൈര്യം ഉണ്ടാക്കുകയും ലോകത്തെ ഏറ്റവും നന്നായിട്ട് പരസ്പരം സ്നേഹിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളായിട്ട് നിങ്ങളെയും ആ വ്യക്തിയെ മാറ്റുകയും ചെയ്യും. അതിന് പോസിറ്റീവ് എനർജിക്ക് ശക്തിയുണ്ട്. തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജിക്ക് അത് സാധിക്കുകയും ചെയ്യും. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു നല്ല ജീവിതം, അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യവുമാണ്. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവ സവിശേഷതകളും നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും നിങ്ങൾക്ക് അവിടെ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളൊക്കെ പരിഗണിക്കുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാനും ഹൃദയം തുറന്ന് സ്നേഹിക്കാനും നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ആൾ ആ വ്യക്തി തന്നെയാണ്. ശരിയാണ്, ആ വ്യക്തിക്ക് ഇല്ലാത്ത ധൈര്യം നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയോടെ കൊണ്ടുവരിക, അത് തന്നെയാണ് ഏറ്റവും വേണ്ടത്. പോസിറ്റീവ് എനർജിയോടെ ശക്തമായി മുന്നോട്ട് പോകാനും ജീവിതത്തിൽ പോസിറ്റീവ് എനർജി എന്നെന്നും നിങ്ങളിൽ കാത്തു സൂക്ഷിക്കാനും മറ്റുള്ളവർക്ക് മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാനും. ആ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകളുണ്ട്. അവരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും. കഴിയും ആ വ്യക്തിക്ക്. ആ വ്യക്തി ഭയപ്പെടുകയാണ് ചില ആളുകളെ. ഒരുപക്ഷെ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു അപായം അവർ വരുത്തുമോ എന്നുള്ള ഭയം കൊണ്ടും ആകാം ആ വ്യക്തിയുടെ മൗനം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞ് തുളുമ്പുകയാണ്. അത് പുറത്തേക്ക് വരാനുള്ള സാഹചര്യമായി ധൈര്യം കൊടുക്കുക. ആ വ്യക്തിക്ക് ധൈര്യം ഉണ്ടാവാനായി പോസിറ്റീവ് എനർജിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.